നല്ല കാറ്റും വെളിച്ചവുമുണ്ട്, പോരാത്തതിന് മരത്തണലും. പഠിക്കാൻ പറ്റിയ അന്തരീക്ഷം. പക്ഷേ ഇത് പഠനം രസകരമാക്കാനുള്ള വിദ്യയൊന്നുമല്ല, മറിച്ച് ഗതികേടാണ്. ക്ലാസ്സിൽ സൗകര്യങ്ങൾ കുറവാണ്, അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ വലിപ്പം കുറവാണ്. തൊട്ടടുത്ത് തന്നെ ഇടനീ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ക്ലാസ്സുകൾ ഇരിക്കുന്നതുകൊണ്ടും ശരിയായ രീതിയിൽ നമുക്ക് ക്ലാസ്സിലിരുന്ന് നല്ല സൗണ്ടിൽ പഠിപ്പിക്കാനൊന്നും കഴിയില്ല. ഇതാണ് 90 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളിൻ്റെ അകം. ഈ ഇടുങ്ങിയ കെട്ടിടത്തിൽ പഠിക്കുന്നത് 220 കുട്ടികൾ, 7 ക്ലാസ് റൂമുകൾ. ഒരു ക്ലാസും സ്റ്റാഫ് റൂമും വരാന്തയിലാണ്, പോരാത്തതിന് സ്റ്റോർ റൂമും. സൗകര്യം കുറവാണ്, പഠിപ്പ് നല്ലുണ്ട്. വാടക കെട്ടിടത്തിൽ നിന്നുള്ള ഇത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സ്വകാര്യ വ്യക്തിയുടേതാണ് സ്ഥലവും കെട്ടിടവും. 50 സെൻറ്റോളം ഭൂമിയിൽ 40 സെൻറ്റോളം ഉടമ വിറ്റുകഴിഞ്ഞു. ബാക്കിയുള്ള 10 സെൻറ്റും വിറ്റുപോകുമെന്ന ഭീഷണിയിലാണ്. 3 പ്രാവശ്യം എക്കോശേഷൻ നടപടി സ്വീകരിക്കാൻ വേണ്ടി മുനിസിപ്പൽ തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊന്നും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദത്തോടു കൂടി പറയുകയാണ്. PTA നേതൃത്വത്തിൽ ആരംഭിച്ച പ്രീ പ്രൈമറി കെട്ടിടത്തിൽ 63 കുട്ടികളും പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം അവകാശമായ ഇക്കാലത്ത് ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാനുള്ള അവകാശത്തിനായാണ് ഈ കുട്ടികളുടെ പോരാട്ടം. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.